ഹായ് മക്കളെ, വെൽക്കം വെൽക്കം ടു അനദർ എപ്പിസോഡ്. നമ്മുടെ ക്യുസാറ്റ് പരീക്ഷയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്യുന്ന കെമിസ്ട്രിയുടെ മൂന്നാമത്തെ എപ്പിസോഡാണ്. ആദ്യത്തേതിൽ നമ്മൾ കെമിക്കൽ ബോണ്ടിങ് വരെയുള്ള ചാപ്റ്റേഴ്സ് നോക്കി. രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ നോക്കിയത് തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം പോലുള്ള ചാപ്റ്റേഴ്സാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പി ബ്ലോക്ക്, ഡി ആൻഡ് എഫ്, അങ്ങനെ ഇനോർഗാനിക് കെമിസ്ട്രിയുടെ ഒരു പാർട്ടാണ് ഈ എപ്പിസോഡിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ഓഫ്കോഴ്സ് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ അതല്ലാണ്ട് കയറി വരുന്നുണ്ടെങ്കിൽ അത് മൈൻഡ് ചെയ്യേണ്ട കേട്ടോ. ഒന്നാമത്തെ ചോദ്യം: ഇൻ എ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ കമ്പസ്റ്റൻ ഓഫ് ഹൈഡ്രജൻ ഒക്കേഴ്സ് 2. സോ ഇതാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിന്റെ നെറ്റ് റിയാക്ഷൻ. H2 plus O2 giving H2O, 2H2 plus O2 giving 2H2O. ഇതാണ് റിയാക്ഷൻ. ഹൈഡ്രജൻ 0യിൽ നിന്ന് +1ലേക്ക് ഓക്സിഡേഷൻ നടക്കുന്നു. ഓക്സിജൻ 0യിൽ നിന്ന് -2ലേക്ക് റിഡക്ഷൻ നടക്കുന്നു. ഈ റിഡോക്സ് റിയാക്ഷൻ നമ്മൾ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇറ്റ് വർക്ക്സ് ആസ് എ ഗാൽവനിക് സെൽ. അതിനെയാണ് ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത്. ശരിയല്ലേ? റൈറ്റ്. അപ്പൊ ഇവിടെ കമ്പസ്റ്റൻ ഓഫ് ഹൈഡ്രജൻ ഒക്കേഴ്സ്. കമ്പസ്റ്റൻ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ ഓഫ് ഹൈഡ്രജൻ, ദാറ്റ് ഈസ് കമ്പസ്റ്റൻ ഓഫ് ഹൈഡ്രജൻ ഒക്കേഴ്സ്. 2. റിമൂവ് അഡ്സോർബ്ഡ് ഓക്സിജൻ ഫ്രം ഇലക്ട്രോഡ് സർഫസ്. Create potential difference between two electrodes. Create potential difference between two electrodes. Produce high purity of water. Generate heat. ആർഗ്യുമെന്റ്സ് വരാം, 1ഉം 2ഉം ഒക്കെ ആർഗ്യുമെന്റ്സ് വരാം. ബീയിങ് എ ഗാൽവനിക് സെൽ വി ക്യാൻ ഗോ വിത്ത് ഓപ്ഷൻ 2 അല്ലെ. ബീയിങ് എ ഗാൽവനിക് സെൽ നമുക്ക് ഓപ്ഷൻ 2 സെലക്ട് ചെയ്യാം. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് റിമൂവിങ് ദാറ്റ്, ഇറ്റ് ഈസ് ഇന്ററാക്ടിങ് വിത്ത് ദ അഡ്സോർബ്ഡ് ഹൈഡ്രജൻ ഓവർ ദ കാറ്റലിറ്റിക് സർഫസ്. അത് സെക്കൻഡ് കമ്പാർട്ട്മെന്റിൽ നിന്ന് പമ്പ് ചെയ്ത് വരുന്ന ഓക്സിജൻ ആണ്. അപ്പോൾ സെക്കൻഡ് ചോയ്സ് ആണ് ഒന്നുകൂടെ ബെസ്റ്റ് ആയിട്ട് പറയാൻ സാധിക്കുക അല്ലെ. അടുത്ത ചോദ്യം: പെർമ്യൂട്ടിറ്റ് ഈസ് കെമിക്കലി. പെർമ്യൂട്ടിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രേറ്റഡ് സോഡിയം അലുമിനിയം സിലിക്കേറ്റ് യൂസ്ഡ് ഫോർ റിമൂവിങ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ. വാട്ടറിലെ ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന, പെർമനന്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിസ്റ്റമാണ് പെർമ്യൂട്ടിറ്റ് പ്രോസസ് എന്ന് പറയും. പെർമ്യൂട്ടിറ്റ് പ്രോസസ്. സോഡിയം അലുമിനിയം സിലിക്കേറ്റ്, NaZ എന്നാണ് ഷോർട്ട് ഫോമിൽ റെപ്രസെന്റ് ചെയ്യുക. സോഡിയം സിയോലൈറ്റ് ആണ് ഉദ്ദേശം. സോഡിയം അലുമിനിയം സിലിക്കേറ്റ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റിമൂവൽ ഓഫ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ കേട്ടോ. സോഡിയം അലുമിനിയം സിലിക്കേറ്റ് ഫസ്റ്റ് ചോയ്സ്. അടുത്തത്: ഹൈഡ്രോലിത്ത് റിയാക്ട് വിത്ത് വാട്ടർ ടു പ്രൊഡ്യൂസ്. എന്താണ് ഹൈഡ്രോലിത്ത് എന്നറിയണം. ഹൈഡ്രോലിത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽസ്യം ഹൈഡ്രൈഡ് കേട്ടോ. CaH2. when treated with water you get CaOH twice, liberating hydrogen gas. Right? ഹൈഡ്രജന്റെ ട്രാൻസ്പോർട്ടേഷനിൽ ഒരു പക്ഷേ കമേഴ്ഷ്യലി ഇങ്ങനെയാണ് ചെയ്യുക. ഹൈഡ്രോലിത്ത് പാക്ക്ഡ് വിത്ത് പെർഫറേറ്റഡ് ആസ്ബെറ്റോസ് ഷീറ്റ് പാക്ക് ചെയ്തുകൊണ്ടാണ് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. ഐ മീൻ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഹൈഡ്രജൻ not to be done in the form of gaseous hydrogen, rather it may be done in the form of hydrolith. കാൽസ്യം ഹൈഡ്രൈഡ് ആയിട്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്യുക. At the point of destination, calcium hydride can be hydrolyzed, liberating bulk quantity of hydrogen. ചോദ്യം: hydrolith react with water to produce option 1 hydrogen. Option 1 hydrogen. ഇപ്പോൾ ഹൈഡ്രോലിത്തിനെ ശരിക്കും ഒരു ഹൈഡ്രജൻ ഗ്യാസിന്റെ ട്രാൻസ്പോർട്ട് എന്ന ഫോമിൽ വളരെ പോപ്പുലർ ആയിട്ട് ഉപയോഗിക്കപ്പെടുന്നു. കാൽസ്യം ഹൈഡ്രൈഡ് ആണ് ഹൈഡ്രോലിത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. അടുത്തത്: വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഇൻകറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ബെറിലിയം എന്നാണ്. ഇറ്റ് ഈസ് റെൻഡേർഡ് പാസീവ് ബൈ നൈട്രിക് ആസിഡ്. ഇത് കറക്റ്റ് ആണ്. അലുമിനിയത്തിന്റെ പോലെയാണ് ബെറിലിയം. ബെറിലിയം അലുമിനിയം ഡയഗണൽ സിമിലാരിറ്റിയിൽ അറിയപ്പെടുന്ന ഒരു പോയിന്റ് ആണ് റെൻഡേർഡ് പാസീവ് ബൈ നൈട്രിക് ആസിഡ്. ഇറ്റ് ഈസ് സെയിം ഫോർ അലുമിനിയം ഓൾസോ. ഇറ്റ് ഫോംസ് Be2C, ബെറിലിയം കാർബൈഡ് കറക്റ്റ് ആണ്. ഇറ്റ് സോൾട്സ് റയർലി ഹൈഡ്രോളൈസ്. ഇത് തെറ്റാണ്. they can form covalent compounds and it can hydrolyze. ബെറിലിയം ക്ലോറൈഡ്സ് ഒക്കെ കോവാലന്റ് കോമ്പൗണ്ട്സ് ആണ്. ഇറ്റ് ക്യാൻ ഹൈഡ്രോളൈസ് കേട്ടോ. ഓപ്ഷൻ 3 തെറ്റാണ്.
ഇറ്റ്സ് ഹൈഡ്രൈഡ് ഈസ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആൻഡ് പോളിമറിക്. അത് കറക്റ്റ് ആണ്. ആ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി മെയിൻറ്റെയിൻ ചെയ്യാനാണ് പോളിമറൈസേഷൻ നടക്കുന്നത് കേട്ടോ. തേർഡ് ചോയ്സ്. അടുത്തത്, വിച്ച് വൺ ഷോസ് എ യുണീക്ക് റിയാക്ടിവിറ്റി വിത്ത് ഹൈഡ്രജൻ ഫോമിംഗ് എ സ്റ്റേബിൾ കോമ്പൗണ്ട് അണ്ടർ നോർമൽ കണ്ടീഷൻ. ഹൈഡ്രൈഡ്സിന്റെ സ്റ്റെബിലിറ്റി ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. ലിത്തിയം ഹൈഡ്രൈഡ് ആണ് റിലേറ്റീവ്ലി മോർ സ്റ്റേബിൾ. ഇവിടെ ലിത്തിയം തന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് സോഡിയം സെലക്ട് ചെയ്യാം. ഓപ്ഷൻ എ സെലക്ട് ചെയ്യാം. റിലേറ്റീവ്ലി. അടുത്തത്, സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് കേട്ടോ. Ag plus forms complexes, Na plus does not. Ag plus transition metal ആണ്, it forms complex, ഇയാള് ഫോം ചെയ്യില്ല. So it is a true statement കേട്ടോ. NaCl is water soluble, AgCl insoluble. അതും ട്രൂ ആണ്. AgCl ഒരു വൈറ്റ് precipitate ആയിട്ട് ഫോം ചെയ്യും. It is soluble in ammonium hydroxide. AgCl is a white precipitate, insoluble, and it is soluble in ammonium hydroxide. എന്തുകൊണ്ട് അമോണിയം ഹൈഡ്രോക്സൈഡിന്റെ സോല്യൂബിൾ ആയി എന്ന് ചോദിച്ചാൽ ഇറ്റ് ക്യാൻ ഫോം കോംപ്ലക്സ്, റൈറ്റ്. അടുത്തത്, സോഡിയം കാർബണേറ്റ് ഈസ് തെർമലി സ്റ്റേബിൾ വൈൽ സിൽവർ കാർബണേറ്റ് ഈസ് നോട്ട്. അതും ശരിയാണ്. സോഡിയം കാർബണേറ്റ് തെർമലി സ്റ്റേബിൾ ആണ്. അപ്പൊ ആൻസർ ഫോർത്ത് ചോയ്സ് വരണം. ഫോർത്ത് ചോയ്സ്. NaCl ആൻഡ് AgCl ബോത്ത് ഗീവ് കളർ ഇൻ ഫ്ലെയിം ടെസ്റ്റ്. ഇയാൾക്ക് ഫ്ലെയിം കളർ ഉണ്ട്, ഇയാൾക്കില്ല. സോഡിയത്തിന് ഫ്ലെയിം കളർ ഉണ്ടല്ലോ, എന്താണ്? ഗോൾഡൻ യെല്ലോ കളർ. ആൽക്കലി മെറ്റൽസിന് എല്ലാറ്റിനും ഫ്ലെയിം കളറേഷൻ ഉണ്ട്. ആൽക്കലൈൻ എർത്ത് മെറ്റലില് ബെർലിയം മെഗ്നീഷ്യം ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഫ്ലെയിം ടെസ്റ്റ് ഉണ്ട്. സിൽവറിന് ഫ്ലെയിം ടെസ്റ്റ് ഇല്ല കേട്ടോ. ഫോർത്ത് ചോയ്സ് ഈസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അടുത്തത്, solubility of alkaline earth metal sulfates in water decreases in the sequence. Solubility decreases down the group. Beryllium sulfate most soluble, than magnesium sulfate, than calcium sulfate, than strontium sulfate, than barium sulfate. Barium sulfate ആണ് least stable. least soluble. Barium sulfate ഇൻഫാക്ട് ഇൻസോല്യൂബിൾ എന്ന് തന്നെ പറയാം. വൈറ്റ് precipitate ആയിട്ട് ലഭിക്കും. ഇൻസോല്യൂബിൾ ആണെന്ന് പറയാം. ഏതാ ആൻസർ വരാം? ഓപ്ഷൻ ബേറിയം മാക്സിമം അല്ല. മെഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേറിയം. ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. Solubility of alkaline earth metal sulfates decreases down the group. അടുത്തത്, CCC bond angle in 1-propyne is. 1-propyne എന്ന് വെച്ചാൽ CH3 C triple bond CH. അപ്പൊ എങ്ങനെ വരും ഇവിടെ? CH3 C triple bond CH. ഈ 3 കാർബൺ തമ്മിലുള്ള ബോണ്ട് ആംഗിൾ ആണ് ചോദ്യം. 180 ഡിഗ്രി. ഇറ്റ് ഈസ് ലീനിയർ ഇൻ ക്യാരക്ടർ. ഇത് sp ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ്. അപ്പൊ അതേ ലൈനിലാണോ ഇതും വരിക? It is 180 degree, third choice. 180 degree, third choice. Because it maintain sp hybridization, linear system അല്ലേ? Okay. അടുത്തത്, which of the following halides has highest cation anion ratio? Highest cation anion എന്ന് പറയുമ്പോൾ ലാർജ് കാറ്റയോണും സ്മോൾ ആനയോണും അല്ലെ? ഹയസ്റ്റ് കാറ്റയോൺ ആനയോൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരണം. ലാർജ് കാറ്റയോൺ ആൻഡ് സ്മോൾ ആനയോൺ. ഇങ്ങനെ വരണം. ലാർജ് കാറ്റയോൺ, സ്മോൾ ആനയോൺ. സീഷ്യം അയോഡൈഡ്, സീഷ്യം ഫ്ലൂറൈഡ്, ലിത്തിയം ഫ്ലൂറൈഡ്. ഓപ്ഷൻ 2 സീഷ്യം ഫ്ലൂറൈഡ്. ലാർജ് കാറ്റയോൺ ആൻഡ് സ്മോൾ ആനയോൺ. സീഷ്യം ലാർജസ്റ്റ് കാറ്റയോൺ, ഫ്ലൂറൈഡ് സ്മോളസ്റ്റ് ആനയോൺ അല്ലെ? ഓപ്ഷൻ 2. അടുത്തത്, which of the following formula for magnesium compound is correct? Magnesium divalent species ആണ് കേട്ടോ. Magnesium divalent ആണ്. അപ്പോൾ MgO2 തെറ്റാണ്. ഇറ്റ് ഈസ് MgO 2 പ്ലസും 2 മൈനസും. MgS2 തെറ്റാണ്. MgS 2 പ്ലസും 2 മൈനസും. MgF2 ഇത് കറക്റ്റ് ആണ് കേട്ടോ. MgF2 ഇത് കറക്റ്റ് ആണ്. കാരണം എന്താ വരിക? Mg2 പ്ലസും
എഫ് മൈനസും, അപ്പോൾ MgF2 എന്ന് വരും കേട്ടോ. റൈറ്റ്, ഇത് തെറ്റാണ്, MgO എന്ന് വരണം, തേർഡ് ചോയ്സ് ഈസ് ദ കറക്റ്റ് ആൻസർ ബിക്കോസ് മെഗ്നീഷ്യം ഈസ് ഡൈവാലന്റ് ഇൻ നേച്ചർ. Mg2+ അല്ലേ, അപ്പൊ MgF2 എന്നതാണ് ശരി കേട്ടോ. അടുത്തത്, ഔട്ട് ഓഫ് കോപ്പർ, സിൽവർ, അയൺ, സിങ്ക്, മെറ്റൽ വിച്ച് ക്യാൻ ഡിസ്പ്ലേസ് ഓൾ അതർ ഫ്രം സോൾട്ട് സൊല്യൂഷൻ. സിങ്ക്. ആക്ടിവിറ്റി സീരീസിൽ ഏറ്റവും താഴെയുള്ള എലിമെന്റ് ആണ് സിങ്ക്. ഇലക്ട്രോ കെമിക്കൽ സീരീസ് എടുത്ത് നോക്കാം, ഏറ്റവും താഴെ കിടക്കുന്ന എലിമെന്റ് ആണ് സിങ്ക്. ആൻഡ് ദാറ്റ് ക്യാൻ റിഡ്യൂസ് ഓൾ അതർ ഫ്രം ദ സോൾട്ട് സൊല്യൂഷൻ. ഓപ്ഷൻ 3. റെഫർ ഇലക്ട്രോ കെമിക്കൽ സീരീസ്. അടുത്തത്, കാർബൺ 60യുടെ സ്ട്രക്ചർ. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് സ്ട്രക്ചർ ഓഫ് കാർബൺ 60. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, 6 മെമ്പേർഡ് റിംഗ് ആർ ഫ്യൂസ്ഡ് ടു ബോത്ത് 6 and 5 മെമ്പേർഡ് റിംഗ്. കറക്റ്റ് ആണ്. റെഫർ ദ സ്ട്രക്ചർ ഓഫ് ഫുള്ളറിൻസ്. അടുത്തത്, ഈച്ച് കാർബൺ ആറ്റം ഫോംസ് 3 സിഗ്മ ബോണ്ട്. യെസ്, ഇറ്റ് അണ്ടർഗോ sp2 ഹൈബ്രിഡൈസേഷൻ. ഓരോ കാർബണും 3 കാർബണുമായിട്ട് ലിങ്ക്ഡ് ആണ്. The 5 membered ring are fused only to 6 membered ring. കറക്റ്റ് ആണ്. 5 membered ringും 5 membered ringും ഫ്യൂസ് ചെയ്യില്ല. 5 membered ringും 6 മെമ്പറും ഫ്യൂസ് ചെയ്യും. 6ഉം 6ഉം ഫ്യൂസ് ചെയ്യും. 5ഉം 6ഉം ഫ്യൂസ് ചെയ്യും. നോട്ട് 2 5 membered ring can fuse. അപ്പൊ ആൻസർ 4th ചോയ്സ് ആയിരിക്കും വരേണ്ടത്. നമുക്ക് നോക്കാം എന്താണ് 4th ചോയ്സിൽ. ഇറ്റ് കണ്ടെയ്ൻ 12 6 membered ring and 24 5 membered ring. തെറ്റാണ് കേട്ടോ. ഇറ്റ് കണ്ടെയ്ൻ 26 മെമ്പേർഡ് റിംഗ്. 26 മെമ്പേർഡ് റിംഗും 12 5 മെമ്പേർഡ് റിംഗും ആണ് ശരി. ഇറ്റ് കണ്ടെയ്ൻ 26 മെമ്പേർഡ് റിംഗ് ആൻഡ് 12 5 മെമ്പേർഡ് റിംഗ്. ടെക്സ്റ്റിലുള്ള ഫാക്ച്വൽ പോയിന്റ് ആണ്. അത് ഫുള്ളറീൻസിനെ കുറിച്ച് നന്നായിട്ടൊന്ന് വായിച്ചാൽ കൃത്യമായി ആൻസർ ചെയ്യാൻ സാധിക്കും. അടുത്തത്, സ്ട്രോങ്സ്റ്റ് ബാക്ക് ഡൊണേഷൻ ഓഫ് ഇലക്ട്രോൺ പെയർ എക്സ്പെക്ടഡ് ഇൻ. സ്ട്രോങ്സ്റ്റ് ബാക്ക് ഡൊണേഷൻ ഹാപ്പൻസ് ഇൻ ഓപ്ഷൻ 2 BF3. Back bonding will be maximum in BF3. നോക്കടാ, BF3. Here you have a vacant orbital. And here you have electron with a fully filled orbital. And it will be flowing this way. ഇതിനെയാണ് ബാക്ക് ബോണ്ടിങ് എന്ന് പറയുന്നത്. ദിസ് ഈസ് കോൾഡ് ബാക്ക് ബോണ്ടിങ്. ആൻഡ് ദിസ് ഈസ് മാക്സിമം ഇഫക്റ്റീവ് ഇൻ കേസ് ഓഫ് BF3. എന്തുകൊണ്ടാണ്? വാട്ട്സ് ഹാപ്പനിങ് വിത്ത് BCl3? സപ്പോസ് യു ആർ ഡീലിംഗ് വിത്ത് BCl3. നോക്ക്, ഇവിടെയും ബാക്ക് ബോണ്ടിങ് നടക്കാം, പക്ഷെ ഇഫക്റ്റ് കുറയും. എന്തുകൊണ്ട് ഇഫക്റ്റ് കുറയും നോക്കണേ, കേട്ടോ. ഇതാണ് BCl3. Here this is electron full orbital and this is vacant orbital. There will be back donation, but it will be less compared to this. കാരണം ഇത് 2p orbital ആണ്, ഇതും 2p orbital ആണ്. ഇത് 2p orbital ആണ്, ഇത് 3p orbital ആണ്. So due to difference in energy and size, you can see as you move from BF3, BCl3, BBr3, Bi3, effect of back bonding കുറഞ്ഞു വരും. ബാക്ക് ബോണ്ടിങ് ഏറ്റവും നന്നായിട്ട് നടക്കുന്നത് ഇവിടെയാണ്. കാരണം ഫ്ലൂറിന്റെ 2p ഓർബിറ്റിലാണ്, ബോറോണിന്റെ വേക്കന്റ് ഓർബിറ്റിൽ 2p ആണ്. Due to same size and same energy, there is a effective back bonding happening in BF3. Therefore, the Lewis acid character BF3 minimum ആയിരിക്കും, then BCl3, then BBr3 and then Bi3. ഇവിടെയൊന്നും ബാക്ക് ബോണ്ടിങ് ഇല്ല, ഇവിടെയാണ് ഉണ്ടാവുക. മാക്സിമം BF3യിലാണ്. Therefore, electron deficit in boron will be minimum in BF3 due to back bonding. മാത്രമല്ല അവിടെ ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടറും കൂടെ വരുന്നു എന്നുള്ളതും പ്രത്യേകം നോട്ട് ചെയ്യപ്പെടേണ്ടതാണ്. There is a partial double bond character between boron and fluorine due to back bonding. അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഓക്കെ, അടുത്തത്
The correct statement about diborane is terminal boron hydrogen bond have less p character compared to bridging bond. അത് തന്നെയാണ് correct statement. First statement itself is correct. കോമ്പിനേഷൻ ഒന്നും ഇല്ലല്ലോ, ഇല്ല, കോമ്പിനേഷൻ ഒന്നും ഇല്ല. ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് കറക്റ്റ്. നോക്കൂ, ഇതാണ് ഡൈബൊറൈന്റെ സ്ട്രക്ചർ കേട്ടോ. ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ഡൈബൊറൈൻ. ഹാവ് എ ലുക്ക് അറ്റ് ദിസ്. ഡൈബൊറൈൻ ഒരു പ്ലെയിൻ നിങ്ങൾ അസ്യൂം ചെയ്യുക. അസ്യൂം എ പ്ലെയിൻ ലൈക്ക് ദിസ് ആൻഡ് യു ക്യാൻ സി ദർ ഈസ് വൺ ബോറോൺ ഹിയർ, വൺ ബോറോൺ ഹിയർ, ആൻഡ് ദർ ആർ ടെർമിനൽ ഹൈഡ്രജൻ ലൈക്ക് ദിസ്, ആൻഡ് ദർ ആർ ടെർമിനൽ ഹൈഡ്രജൻ ലൈക്ക് ദിസ്, and there is a bridged bond. There is a bridging bond like this. There is a bridging bond like this. ഇങ്ങനെ അവിടെ ബ്രിഡ്ജിങ് ഹൈഡ്രജൻ വരും, ഇവിടെ ബ്രിഡ്ജിങ് ഹൈഡ്രജൻ വരും. ഹിയർ യു ഹാവ് ഹൈഡ്രജൻ ആൻഡ് ഹിയർ യു ഹാവ് ഹൈഡ്രജൻ, റൈറ്റ്? ഇതില് എന്താ പറഞ്ഞിരിക്കുന്നത്? ടെർമിനൽ ബി എച്ച് ബോണ്ട് ഹാവ് ലെസ് പി ക്യാരക്ടർ. ഇവിടുത്തെ ബോണ്ട് ആംഗിൾ മക്കളെ 120 ഡിഗ്രിയാണ്, ഇവിടെ 97 മറ്റോ ആണ്. മനസ്സിലായില്ലേ? ഗ്രേറ്റർ ദ ബോണ്ട് ആംഗിൾ, greater the S character, lower the P character. ബോണ്ട് ആംഗിൾ കൂടിയാൽ അതിന്റെ അർത്ഥം എസ് ക്യാരക്ടർ കൂടുന്നു എന്നാണ്, പി ക്യാരക്ടർ കുറയുന്നു എന്നാണ്. ഇവിടെ ബോണ്ട് ആംഗിൾ കൂടുതലാണ്, അപ്പൊ എസ് ക്യാരക്ടർ കൂടുന്നു, പി ക്യാരക്ടർ കുറയുന്നു. ടെർമിനൽ ബി എച്ച് ബോണ്ട് ഹാവ് ലെസ് പി ക്യാരക്ടർ വെൻ കമ്പയർഡ് ടു ബ്രിഡ്ജിങ് ബോണ്ട്. ദാറ്റ്സ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. മറ്റേത്, the two BHB bonds are not of same length. ഇതും ഇതും ഒരുപോലെ അല്ല എന്ന്, ഒരുപോലെയാണ്, അത് തെറ്റാണ്. ഓൾ BHB ബോണ്ട് ആംഗിൾസ് ആർ 120. ഇത് 120 ആണ് എന്ന്, തെറ്റാണ്. 120 ഇവിടെ വരിക. അടുത്തത്, ഇറ്റ്സ് ഫ്രാഗ്മെന്റ് BH3 ബിഹേവ്സ് ആസ് ലൂയിസ് ബേസ്. BH3 എക്സിസ്റ്റ് ചെയ്യുന്നില്ല, എക്സിസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ അതൊരു ലൂയിസ് ബേസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്ന്, തെറ്റാണ്. ഇറ്റ് ക്യാൻ ആക്ട് ആസ് എ ലൂയിസ് ആസിഡ്, കാരണം ബോറോൺ കോമ്പൗണ്ട്സ് എല്ലാം ഇലക്ട്രോൺ ഡെഫിസിറ്റ് ആണ് കേട്ടോ. ഓക്കെ, that is the answer, first choice. അടുത്തത്, which of the following does not show variable oxidation state? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാത്തത് ആര് എന്നാണ് ചോദ്യം. ഫ്ലൂറിൻ. ഫ്ലൂറിൻ ബീയിങ് മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് ഒരൊറ്റ സ്റ്റേറ്റേ കാണിക്കുള്ളൂ, -1. മറിച്ച് ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ അവർക്ക് -1 മുതൽ +7 വരെ കാണിക്കാനുള്ള കഴിവുണ്ട്. ഫ്ലൂറിൻ ഒരൊറ്റ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. അടുത്തത്, which one exhibit anomalous behavior in terms of chemical reactivity, particularly forming stable compound with a higher oxidation state than expected, and what is the primary reason for the anomaly? Nitrogen. Nitrogen higher oxidation state in the സാധ്യത അത്രയില്ല compared to phosphorus. Second choice select ചെയ്യാം. Second choice select ചെയ്യാം. കാരണം നൈട്രജന് പല അനോമലി ഒക്കെ ഉണ്ടല്ലോ. നൈട്രജൻ ഫസ്റ്റ് മെമ്പർ അല്ലേ, സാധാരണ കോവാലൻസി 4 അല്ലേ വരുള്ളൂ, അതിന്റെ മുകളിലോട്ട് പോകാൻ സാധിക്കില്ല. ഫോസ്ഫറസിന് ഹയസ്റ്റ് കോവാലൻസിയിലൊക്കെ പോകാൻ സാധിക്കും. അടുത്തത്, among the allotropes of carbon, which one exhibit unique property, superconductivity, relatively high temperatures? Fullerenes. Fullerenes can behave superconducting, can be involved as a superconducting material. Carbon 60, ചിലപ്പോൾ carbon 70, carbon 60, carbon 70, specifically carbon 60 എന്ന് പറയാം. They have got applications in superconducting materials. Fullerenes. AlF3 is soluble in HF only in presence of KF. It is due to the formation of K3AlF6, option 2. K3AlF6. കാരണം ഇതിൽ നിന്ന് കാര്യമായിട്ട് HF കിട്ടില്ലടാ. HF is a weak acid. HF is a weak acid and you don't get a considerable F minus unless you add KF. KF ആഡ് ചെയ്ത് കഴിഞ്ഞാൽ HF-ഉം KF-ഉം കൂടെ ഒരു ഫെർമി സോൾട്ട് ഉണ്ടാവും. അതൊരു വേറൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, വേറൊരു ക്വസ്റ്റ്യൻ ആണ്. എന്ത്, വിച്ച് ഫോംസ് എ സോൾട്ട് എന്നും പറഞ്ഞൊരു ചോദ്യം. HF-ഉം KF-ഉം HF-ഉം KH2F എന്നും പറഞ്ഞിട്ട്, സോറി KHF2 എന്നും പറഞ്ഞിട്ട് ഒരു ഫെർമി സോൾട്ട് എന്ന് പറയും. ഇറ്റ് ഈസ് ഡ്യൂ ടു ഹൈഡ്രോജൻ ബോണ്ടിങ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ഹൈഡ്രോജൻ ബോണ്ടിങ്, റൈറ്റ്? HF തനിച്ചാണെങ്കിൽ ഡ്യൂ ടു ഇന്റർമോളിക്കുലർ ഹൈഡ്രോജൻ ബോണ്ടിങ് ഫ്ലൂറൈഡിന്റെ അവൈലബിലിറ്റി കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് സോല്യൂബിൾ ആവണമെന്നില്ല. KF ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഫോം എ കോംപ്ലക്സ് ആൻഡ് ഇറ്റ് വിൽ ബി മോർ സോല്യൂബിൾ. K3AlF6.
Identify the compound which cannot produce a diborane. First choice itself. Boraxine hydrolyze ചെയ്തു കഴിഞ്ഞാൽ you get a boric acid. It will give you BOH 3 times plus NaCl. While this can give diborane. ഇതിൽ നിന്ന് എല്ലാറ്റിൽ നിന്നും നിങ്ങൾക്ക് ഡൈബൊറൈൻ കിട്ടും. B2H6 കിട്ടും. ഇവിടെ B2H6 കിട്ടും, Ni ഫോം ചെയ്യും. ഇവിടെ B2H6 കിട്ടും, ലിഥിയം ഫ്ലോറൈഡ്, അലുമിനിയം ഫ്ലോറൈഡ്, ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യും. ഇവിടെ B2H6 കിട്ടും, സോഡിയം ഫ്ലോറൈഡ് ഫോം ചെയ്യും. റൈറ്റ്, ഇതെല്ലാം ഓക്കെയാണ്. ഇവിടെ നിങ്ങൾക്ക് കിട്ടില്ല. ദർ യു ഗെറ്റ് ബോറിക് ആസിഡ് ആൻഡ് NaCl കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ചോയ്സ്. അടുത്തത് എവിടെ കിട്ടില്ല എന്നാണ് ചോദ്യം കേട്ടോ. ബെറീലിയം അലുമിനിയം ഷോ ഡയഗണൽ റിലേഷൻഷിപ്പ് ഡ്യൂ ടു. ബെർലിയം അലുമിനിയം ഷോ ഡയഗണൽ റിലേഷൻഷിപ്പ് ഡ്യൂ ടു സെയിം ഡിഗ്രി ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി, കറക്റ്റ് ആണ്. സെയിം ചാർജ് ടു റേഡിയസ് റേഷ്യോ, കറക്റ്റ് ആണ്. ആംഫോട്ടറിക് നേച്ചർ ഓഫ് ഓക്സൈഡ്സ്, കറക്റ്റ് ആണ്. ഇത് രണ്ടും പറയാം, പക്ഷെ അങ്ങനെ ഒരു കോമ്പിനേഷൻ ഇല്ല. അതുകൊണ്ട് ഓൾ ദി എബോവിലേക്ക് പോവാം. ഓൾ ദി എബോവിലേക്ക് പോവാം. ഇൻഫാക്ട് ദിസ് ഈസ് എ റിസൾട്ട് ഓഫ് ഡയഗണൽ റിലേഷൻഷിപ്പ്. രണ്ടുപേരും ആംഫോട്ടറിക് ഓക്സൈഡ്സ് ആണ്. ദാറ്റ്സ് എ റിസൾട്ട് ഓഫ് ഡയഗണൽ സിമിലാരിറ്റി കേട്ടോ. ഡയഗണൽ സിമിലാരിറ്റിക്ക് കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ്. പിന്നെ വേണമെങ്കിൽ ഇത് രണ്ടും പറയാം. ഇത് രണ്ടിന് പകരം ഓൾ ഓഫ് ദീസ് ഉള്ളത് കൊണ്ട് അത് പറയുന്നു മാത്രം. ഒരു ആൻസർ സെലക്ട് ചെയ്യണമെങ്കിൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ 2 ആണ്. അടുത്തത് boron nitride has the structure of the type. boron nitride നമ്മൾ BnX എന്നാണ് എഴുതി കിട്ടുക. BnX ഹെക്സഗണൽ ഫോമിലുണ്ട്. that is like graphite. Right, like graphite. പിന്നെ BnX ക്യൂബിക് ഫോമിലുണ്ട്. that is like diamond. അപ്പൊ ഡയമണ്ട് പോലെ ആവാം, ഗ്രഫൈറ്റ് പോലെ ആവാം. ആൻസർ ഈസ് ഫോർത്ത് ചോയ്സ്. ഹെക്സഗണൽ ഫോമിൽ വരുന്നത് ഗ്രഫൈറ്റ് പോലെ ആയിരിക്കും, ക്യൂബിക് ഫോമിൽ വരുന്നത് ഡയമണ്ട് പോലെ ആയിരിക്കും കേട്ടോ. അടുത്തത് ഇൻ സോളിഡ് സ്റ്റേറ്റ് PCl5 exist as. In solid state PCl5 exist as PCl4 plus and PCl6 minus. നോക്ക്, in the liquid state or gaseous state, PCl5 in the liquid state or gaseous state, it is available like this. Trigonal bipyramidal geometry. It is sp3 dehybridized trigonal bipyramidal geometry. While PCl5 in solid state, it is available as PCl4 plus, which is sp3 tetrahedral, and PCl6 minus, that is sp3d2 octahedral. അപ്പൊ ഇവിടെ ഗേഷ്യസ് സ്റ്റേറ്റിലോ ലിക്വിഡ് സ്റ്റേറ്റിലോ ആണെങ്കിൽ sp3d ട്രൈഗോണൽ ബൈപിരമിഡൽ. അല്ല സോളിഡ് സ്റ്റേറ്റിലാണെങ്കിൽ ഇറ്റ് എക്സിസ്റ്റ് ആസ് ionic form in the form of cation and anion. Cation sp3 tetrahedral ആയിരിക്കും, ആൻഡ് ആനയോൺ sp3d2 octahedral ആയിരിക്കും കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. Nitric oxide is paramagnetic in gaseous state. Nitric oxide NO, it is paramagnetic in gaseous state. ഇനി ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ, ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് സോളിഡ് സ്റ്റേറ്റിലേക്ക് ഒക്കെ പോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ അണ്ടർഗോ ഡൈമറൈസേഷൻ. അപ്പോൾ ഈ ഒരു ഇലക്ട്രോൺ യൂസ് ചെയ്യപ്പെടും. ഇറ്റ് ലൂസസ് ദ പാരാമാഗ്നറ്റിക് ആൻഡ് ടേൺസ് ഡയാമാഗ്നറ്റിക് ഇൻ നേച്ചർ. ഓപ്ഷൻ ഈസ് ഫസ്റ്റ് ചോയ്സ്. അടുത്തത് ആസിഡ് സ്ട്രെങ്ത് ഓഫ് ഓക്സോ ആസിഡ്സ് ഇൻ ഹാലോജൻ. ഗ്രേറ്റർ ദ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ദി എലമെന്റ്, ഗ്രേറ്റർ ദി അസിഡിക് സ്ട്രെങ്ത്. ഗ്രേറ്റർ ദ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് എലമെന്റ്, greater the acidic strength. Option 2, HOF, more electronegative fluorine than chlorine, bromine, iodine. So option 2 is the correct answer. Right? അടുത്തത് end product of hydrolysis of XeF6. XeF6 hydrolyze ചെയ്തു കഴിഞ്ഞാൽ treated with water, you get XeO3 plus HF. Option 1. അതേസമയം
പാർഷ്യൽ ഹൈഡ്രോളിസിസ് ആണ് നടക്കുന്നത് എങ്കിൽ യു മേ ഗെറ്റ് ദിസ് upon partial hydrolysis. Upon partial hydrolysis you may get 3 or 4. അപ്പോഴും 2 ഒരിക്കലും നമുക്ക് വരേണ്ട ആവശ്യമില്ല. ഇതാണ് ആൻസർ. ബിക്കോസ് ഇറ്റ് ഈസ് എൻഡ് പ്രോഡക്റ്റ് ഓഫ് ഹൈഡ്രോളിസിസ് എന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ് ഹൈഡ്രോളിസിസ് എന്നാണല്ലോ ഉദ്ദേശം. അപ്പോൾ XeO3 കിട്ടും, HF കിട്ടും. NCERT ടെക്സ്റ്റിൽ ഉള്ള റിയാക്ഷൻ ആണ്. പി ബ്ലോക്ക് സെക്കൻഡ് ഇയർ പി ബ്ലോക്ക് ലാസ്റ്റ് പേജ് കേട്ടോ. അടുത്തത്, which of the following statement explains why silicon dioxide has high melting point? Because it is a network solid. SiO2 CO2 നെ പോലെയല്ല. CO2 ഒരൊറ്റ മോളിക്യൂൾ ആണ്. SiO2 അങ്ങനെയല്ല, ഇതൊരു നെറ്റ്വർക്ക് സോളിഡ് ആണ്. അതാണ് കാര്യം കേട്ടോ. ഇറ്റ് ഹാസ് എ ജെയിൻഡ് അയോണിക് സ്ട്രക്ചർ. തെറ്റാണ്. ഇറ്റ് ഹാസ് എ ജെയിൻഡ് കോവലന്റ് സ്ട്രക്ചർ വിത്ത് സ്ട്രോങ് കോവലന്റ് ബോണ്ട് ബിറ്റ്വീൻ ദി ആറ്റംസ് ആൻഡ് ദാറ്റ് ഈസ് ദി ആൻസർ. Option B is the correct answer, as it forms a network covalent what you call network structure, network solid structure with a strong covalent bonds. Option 2. അടുത്തത്, identify the ion having spin only magnetic moment equal to 4.9. Spin only magnetic moment mu is equal to root of n into n plus 2 ബോർ മാഗ്നറ്റോൺ അല്ലെ. n into n plus 2 ബോർ മാഗ്നറ്റോൺ. അത് തന്നെ നിങ്ങൾക്കറിയാം. n equal to 1 ആണെങ്കിൽ mu 1.7 വരും. n equal to 2 ആണെങ്കിൽ 2.8 വരും. n equal to 3 ആണെങ്കിൽ 3.8 വരും. n equal to 4 ആണെങ്കിൽ 4.9 വരും. n equal to 5 ആണെങ്കിൽ 5.9 വരും. ഇവിടെ 4.9 എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ 4 എന്ന് വരണം അല്ലെ. നോക്കടാ, നിക്കൽ 2+, നിക്കൽ 2+ D8S2. സോ ഇറ്റ് ഈസ് D8 ആണ്. D8 എന്ന് പറയുമ്പോൾ n equal to 2 ആണ് കേട്ടോ. അടുത്തത് Cr2+ D5S1 ആണ്. അപ്പോൾ 2+ എന്ന് പറയുമ്പോൾ യു ഗെറ്റ് D4 ആൻഡ് ദാറ്റ് ഈസ് ദി ആൻസർ. ഇതാണ് ഉത്തരം കേട്ടോ. ഇതാണ് ആൻസർ. റൈറ്റ്. ബാക്കിയുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യും. ബാക്കിയുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. ആൻസർ ഈസ് സെക്കൻഡ് ചോയ്സ്. റൈറ്റ്. വനേഡിയം 2+, സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം 21, 23 ആണ് വരിക. D3S2 എന്ന് വരും. അപ്പോൾ വനേഡിയം 2+ D3 3 അൺപെയർഡ് ഇലക്ട്രോൺസ് വരും. മാംഗനീസ് D5S2 D5 ആയിട്ട് മാറും. 5 അൺപെയർഡ് ഇലക്ട്രോൺ. ഇവിടെ 2, ഇതാണ് ആൻസർ 4, ഇവിടെ 3, ഇവിടെ 5. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, number of bonds between 2 manganese in Mn2CO 10 times. ഇതിന്റെ സ്ട്രക്ചർ ടെക്സ്റ്റിൽ പഠിക്കാനുണ്ട്. ഇതിന്റെ സ്ട്രക്ചർ നമുക്ക് പഠിക്കാനുള്ളതാണ്. നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. Here you have one manganese. Here you have one manganese and a similar one at bottom. At a similar one at bottom. ഇതാണ് ഇതിന്റെ സ്ട്രക്ചറൽ എൻറ്റിറ്റി. Try to understand clearly. Here you have one manganese. 1 manganese, 1 2 3 4 CO 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 ഒരെണ്ണം ഇങ്ങോട്ടേക്ക്. That will make a pentagonal, that will make a square pyramid. And here you have one manganese. ഇവിടെ ഒരു manganese ഉണ്ട്. And it will make like this. CO 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 CO. ടെക്സ്റ്റിലുള്ളതാണ് കേട്ടോ. This is manganese bond. That is manganese. നമ്പർ ഓഫ് ബോണ്ട് ബിറ്റ്വീൻ 2 മാംഗനീസ് ഇൻ Mn2 എന്നാണ് ആൻസർ. ഒരു സംശയവും ഇല്ലാതെ പറയാൻ പറ്റും. ഓപ്ഷൻ 2 1. ആൻഡ് ഇറ്റ് ഈസ്, ഇനി ഇവിടെ ഒരെണ്ണം നമ്മൾ വരയ്ക്കാൻ വിട്ടുപോയി. സോ ഇറ്റ് ഈസ് ഓവറോൾ മാംഗനീസിന്റെ ജോമെട്രി സെന്റർ നോക്കിയാൽ ഒക്ടാഹീഡ്രൽ സ്ട്രക്ചർ ആയിരിക്കും. ഇറ്റ്സ് ഇൻഫാക്ട് 2 സ്ക്വയർ പിരമിഡ് കണക്റ്റഡ്. ഒന്ന് മുകളിലും ഒന്ന് താഴ്ത്തും, ഇങ്ങനെ കണക്ട് ചെയ്തതുപോലെ ഉണ്ടാവും. മാംഗനീസ് സെന്ററിൽ ഒക്ടാഹീഡ്രൽ ആയിരിക്കും. 1 2 3 4 5 6 ലൈക്ക് ദാറ്റ്. This is manganese dimanganese decacarbonate. Dimanganese decacarbonate. അടുത്തത്, orange color of potassium dichromate and purple color of KMnO4 is due to charge transfer spectrum. രണ്ടുപേരും D0 ആണ്. ക്രോമിയം +6 എന്ന് വെച്ചാൽ D0, മാംഗനീസ് +7 എന്ന് വെച്ചാൽ D0 ആണ്. D0 കളർ വരണമെങ്കിൽ എന്ത് വേണം? D0 കളർ വരണമെങ്കിൽ
charge transfer spectra. Metal ligand charge transfer spectra. Option 3. Option 3. Charge transfer in both the cases. DD transfer, charge transfer, DD transition, charge transfer, and option 3. Charge transfer spectra. അടുത്തത്. In the extraction process of zinc, aluminum, copper, iron, which metal is predominantly extracted using electrolytic method? Zinc സാധാരണ കാർബൺ റിഡക്ഷൻ ആണ് ചെയ്യുക. അലുമിനിയം ആണ് ഉത്തരം. അലുമിനിയം ഇലക്ട്രോളിറ്റിക് റിഡക്ഷൻ ആണ്. കോപ്പർ ബെസമർ പ്രോസസ്, അയൺ ബ്ലാസ്റ്റ് ഫർണസ് അറിയാലോ. ഇറ്റ് ഈസ് അലുമിനിയം. ഓപ്ഷൻ 2. അലുമിനിയം. ഓപ്ഷൻ 2. Aluminum extracted by Hall-Héroult process. Aluminum extracted by Hall-Héroult process. The metal giving ammonium nitrate with a very dilute solution. Iron and zinc. Iron and zinc, and of course tin also. Iron, zinc, tin. Iron, zinc, tin. It is iron. ഇനി ഡൈല്യൂട്ട് നൈട്രിക് വെരി ഡൈല്യൂട്ട് എന്ന് പറയുമ്പോൾ അയൺ സിങ്ക് ടിൻ. ഡൈല്യൂട്ട് എന്ന് പറയുമ്പോൾ ടിന്ന് മാത്രം കിട്ടും. ഡൈല്യൂട്ട് എന്ന് പറഞ്ഞാൽ ടിന്ന് മാത്രം. വെരി ഡൈല്യൂട്ട് എന്ന് പറയുമ്പോൾ അയൺ വരാം, സിങ്ക് വരാം, ടിന്ന് വരാം. Common oxidation state of lanthanides. +3. Reference CRT. Common oxidation state of lanthanides are popular, showing only +3 state. +3 state. The correct ground state configuration of chromium. Chromium will be D5S1, D5S1, 3D5, 4S1, option 1. Exceptional configuration due to extra stability of D5 system. പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. അടുത്തത്. Maximum magnetic moment among bivalent ions of first transition series. Maximum magnetic moment. മാംഗനീസ് D5S2 ആണ്. അപ്പൊ ഇത് D5 ആയി മാഗ്നറ്റിക് മൊമെന്റ് 5 വരും. അതായിരിക്കും ഉത്തരം. അയൺ വരുന്നത് D6S2 ആണ്. അപ്പൊ D6 ആവും. D6 ആവും. 4 അൺപെയർഡ് ഇലക്ട്രോൺ. കൊബോൾട്ട് D7S2 ആണ്. അപ്പൊ D7 ആവും. 3 അൺപെയർഡ് ഇലക്ട്രോൺ. നിക്കൽ D8S2 ആണ്. D8 വരും. 2 അൺപെയർഡ് ഇലക്ട്രോൺ. നോ ഡൗട്ട്. ആൻസർ ഈസ് ഫസ്റ്റ് ചോയ്സ് manganese, because there are 5 unpaired electrons. Okay. അടുത്തത്. Calomel on reaction with ammonium hydroxide. Calomel എന്ന് വെച്ചാൽ മെർക്കൂറസ് ക്ലോറൈഡ് കിട്ടും. അമോണിയം ഹൈഡ്രോക്സൈഡ് വിത്ത് Hg2Cl2. You will get option 3. You will get option 3. Amido mercury chloride. Amido mercury chloride. HgNH2Cl. Hg, you get HgNH2Cl. ഇതാണ് കിട്ടുക കേട്ടോ. അതാണ് കിട്ടുക. ഒരു ബ്ലാക്ക് ഡാർക്ക് കളേർഡ് കോമ്പൗണ്ട് ആയിട്ട് കിട്ടും. ഡാർക്ക് കളേർഡ് കോമ്പൗണ്ട് ആയിട്ട് കിട്ടും. അടുത്തത്. Which of the following elements and its specific factor which can form superconducting compounds at relatively high temperature in comparison to D block? Chromium അല്ല, vanadium അല്ല, yttrium. Yttrium molecules, yttrium compounds can give various mixed oxide which can act as high temperature superconducting materials. There will be various mixed oxides. Option 3, yttrium. Barium, titanium, yttrium. Barium, titanium, yttrium. Mixed oxides can act as a high temperature to superconducting material which finds application in Maglov technology. Among the lanthanides, which element is employed in certain medical imaging application due to its ability to emit X-ray when exposed to high energy photons? And what is the specific medical imaging technique where it is used? Option A itself, MRI scanning gadolinium use ചെയ്യും. MRI സ്കാനിങ് സിസ്റ്റത്തിൽ GD എലമെന്റ് ഗഡോലിനിയം യൂസ് ചെയ്യും. ഓപ്ഷൻ ഫസ്റ്റ് ഇറ്റ്സെൽഫ്. അടുത്തത്. The chromium compound that is not involved in the reaction sequence of chromyl chloride test for the conformation of chloride ions.
ക്രോമൈൽ ക്ലോറൈഡ് ടെസ്റ്റ് വിത്ത് ക്ലോറൈഡ് അയോൺ, ഇത് ഇൻവോൾവ് ആണ്. ഇത് വിത്ത് Cl മൈനസ് ആണ് നിങ്ങൾക്ക് ഇത് കിട്ടുന്നത്. ഇത് ഇൻവോൾവ് ആണ്. യു ഗെറ്റ് CrO2 Cl2. ആൻസർ ഈസ് തേർഡ് ചോയ്സ്. ഇയാൾക്ക് ഇവിടെ റോളൊന്നുമില്ല. അണ്ടർ കണ്ടീഷൻ CrO3 വേണമെങ്കിൽ ഉണ്ടാവാം. ഈ റിയാക്ഷന്റെ ഇടയിൽ CrO3 വേണമെങ്കിൽ ഉണ്ടാവാം. അവരൊക്കെ +6 സ്റ്റേറ്റിലാണ്. +6 സ്റ്റേറ്റിലുള്ള ആൾക്കാരുണ്ടാവാം. ഇയാള് +3 സ്റ്റേറ്റിലാണ്. അയാൾക്ക് ഈ റിയാക്ഷനിൽ റോളൊന്നുമില്ല. കിട്ടും. ആൻഡ് ദിസ് ഈസ് കോൾഡ് ക്രോമൈൽ ക്ലോറൈഡ്. ഓറഞ്ച് റെഡ് കളേർഡ് ക്രോമൈൽ ക്ലോറൈഡ്. ഓപ്ഷൻ 2. ആൻസർ ഇതാണ്. Cr2O3 +3 സ്റ്റേറ്റിലുള്ള ക്രോമിയത്തിന് ഇവിടെ പ്രത്യേകിച്ച് ഒരു റോളും ഇല്ല എന്ന് മനസ്സിലാക്കുക. അടുത്തത് ഇല്ല, കഴിഞ്ഞു. ദാറ്റ് വാസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ദാറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം P ബ്ലോക്ക്, D ബ്ലോക്ക് എക്സെട്ര. അഫ്കോഴ്സ് കുറച്ച് ചോദ്യങ്ങൾ ഹൈഡ്രജൻ എന്ന ഭാഗത്ത് നിന്ന് കണ്ടു. യെസ്, ഇനോർഗാനിക് എന്ന് പറയാം. ഇനോർഗാനിക് പാർട്ടിലുള്ള ഒരു ഓവറോൾ ഡിസ്കഷനാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കണ്ടത്. കൂടുതൽ ഡിസ്കഷനുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കാണാം. ചിൽ ദെൻ ബൈ, സീ യു, ടേക്ക് കെയർ. അടിപൊളിയായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, ബൈ.